ഇതിനടുത്ത് വരാൻ എനിക്കിപ്പോഴും പേടിയാ. Why? ഇതിൽ വീണിട്ടാ എൻ്റെ അച്ഛൻ മരിച്ചത്. Oh, sorry. സ്റ്റെപ്പ് തെറ്റി താഴെയുള്ള കെട്ടിൽ തലയിടിച്ച് ഹോസ്പിറ്റലൊന്നും കൊണ്ടുവേണ്ടി വന്നില്ല. നമുക്ക് പോവാം. സാരില്ല, അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ ഓർക്കും, പിന്നെ അത് മറക്കും. എന്നാലും എവിടെ പോയാലും ഇപ്പോഴും എല്ലാവർക്കും അച്ഛനെപ്പറ്റി നല്ലതേ പറയാനുള്ളൂ. മരിച്ചിട്ട് ഇത്ര നാളായിട്ടും അച്ഛനുണ്ടായിരുന്നെങ്കിൽ പൊന്നുപോലെ നോക്കിയേനെ നമ്മളെ. നമ്മൾ? ഐ മീൻ എന്നെയും അമ്മയും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാ. എന്താ അവിടെ? അയ്യോ, എന്താ എന്താ പറ്റി? എന്താ പിന്നെ? ഇനി കഴിച്ചത് വല്ലതും പറ്റാഞ്ഞിട്ടാണോ? ഡോക്ടറെ കണ്ണോ മോളെ? എന്താ പറ്റിയത്? ഇവിടാണോ നിങ്ങൾ കുളിക്കുന്നത്? എന്തേ, ഇതിനകത്തൊന്നുമില്ലല്ലോ. It's dirty. എനിക്കിവിടെ കുളിക്കാൻ പറ്റില്ല. I'm sorry. മമ്മി ആയിരിക്കും. ഈ നേരത്താ മമ്മി വിളിക്കുന്നത്. ഹലോ അമ്മേ. സാരമില്ല മോളെ, അമേരിക്കയിലൊക്കെ ജീവിച്ചതല്ലേ അവള്. എന്നാലും എന്റെ പെങ്ങളോടിയല്ലേ, അതല്ലാണ്ടാവൂ. കുഴപ്പമില്ല, വാ. Yeah, I know that, Mom. You don't worry. Dad, he's gone out. I'll take care. Vanne, Amachi is fine. How's Rita Auntie? Mummy മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. I miss you too, Mom. Yeah, I know. Then, tell me what else. ഒന്ന് എണീറ്റേ. ആരാ? ഞാനാച്ചേ, ജെയിംസ്. ഇച്ചേ, എന്നാടാ? അമ്മച്ചിക്ക് തീരെ വയ്യ. ഇച്ച എന്ന് പെട്ടെന്ന് വന്നോ. ഡോക്ടറെ വിളിക്കാൻ ആള് പോയിട്ടുണ്ട്. അമ്മച്ചി. ജോസ് വന്നോ? ജോസ് വന്നോ? ഇച്ചേ. അമ്മച്ചി, ഞാനിവിടെ ഉണ്ട് അമ്മച്ചി. എനിക്ക് നിന്നോട് മാത്രമായിട്ട് ചിലത് പറയാനുണ്ട്. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ഇല്ല, ഇനി സമയമില്ല. ജെയിംസേ, വാടി ഇങ്ങോട്ട് പോ. എന്താ അമ്മച്ചി, എന്നതാ ഇപ്പൊ തോന്നുന്നേ? എനിക്കൊരാശയുണ്ട്. നീ എനിക്കത് സാധിച്ചു തരണം. എന്താ അമ്മച്ചി? നീ തിരിച്ചു പോകുമ്പോ സുമിയെ മോളെ കൂടെ കൊണ്ടുപോണം. അത് എനിക്ക് നീ സത്യം ചെയ്തു തരണം. എന്റെ കാലം കഴിഞ്ഞ ആരോരുമില്ലാണ്ട് ജീവിക്കാൻ പാടില്ല അവര്. അങ്ങനെ ഉണ്ടായ എനിക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല. അത് പിന്നെ നമുക്ക് ആലോചിക്കാം അമ്മച്ചി. സത്യം ചെയ്തതാ എനിക്ക്. കൊല്ലങ്ങൾക്ക് മുമ്പ് അവൾക്ക് കൊടുത്ത വാക്കാത് എന്റെ മുമ്പിൽ വെച്ച് ഓർമ്മയുണ്ടോടാ? ഇപ്പോഴെങ്കിലും നീ അത് പാലിക്കണം. ആ ആശ്വാസത്തിൽ വേണം എനിക്ക് പോവാൻ.
ചെയ്യണോ നീയെ? ചെയ്യാം അമ്മച്ചി, സത്യം. ഇനി നീ ഇത് തെറ്റിക്കില്ലല്ലോ. അമ്മച്ചിക്ക് എന്നെ അറിയില്ലേ? ഞാൻ നോക്കിക്കൊള്ളാം അവരെ. മതി, അത് മതി. അമ്മച്ചി, Called me again last night at Tatum's house. You see? Girlfriend who would rather accuse me of being a psychopathic killer than touch me. ഇതെന്താ മമ്മ ഈ കാണിക്കുന്നേ? നല്ല റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ? ഓക്കെ മോളെ, അവൾ ഒരേ കിടപ്പ് കിടന്നിട്ട് ബോറടി. കുറച്ച് ദിവസം കൂടെ ആ ബോറടി സഹിച്ചേ പറ്റൂ. മമ്മ എണീറ്റേ. Come on. Come. സോഫി, എന്റെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ ഒരാൾ വരും. എനിക്ക് കുറച്ച് പേപ്പേഴ്സ് വെരിഫൈ ചെയ്ത് കൊടുക്കാനുണ്ട്. They just call me മോളെ. വരുമ്പോ വരട്ടെ, ഞാൻ പറഞ്ഞോളാം. No office works for the time being. സോഫി, നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? There is something important മക്കളെ. ആയിക്കോട്ടെ, മമ്മ എന്തായാലും വന്ന് കിടക്ക്. അവരിങ്ങോട്ടല്ലേ വരുന്നത്, അപ്പൊ നോക്കാം. എനിക്ക് നടക്കാൻ അറിയാം. Oh really? I didn't know that. എങ്കിലും ഒരു സപ്പോർട്ട് ഇരിക്കട്ടെ. ഇപ്പൊ ദേ ആ സ്റ്റെപ്സിന്റെ അവിടെ തട്ടി ഒന്ന് വീഴാൻ പോയി. വീണില്ലല്ലോ. മമ്മ ഇനി ഇവിടെ കിടന്ന് ടി വി കണ്ടാ മതി. ഓക്കേ, താങ്ക്സ്. Here. ഞാനേ മമ്മയ്ക്ക് കുറച്ച് പൊടിയിരിക്കഞ്ഞുണ്ടാക്കട്ടെ. Be here, okay? അതൊക്കെ അറിയാമോ എന്റെ മോക്ക്? Let me try. കയ്യൊന്നും പൊള്ളിക്കരുത് മോളെ. ഇനി ദേ നീയും കൂടി ഇവിടെ കിടപ്പായാലേ നമ്മള് രണ്ടുപേരും കൂടെ മുഖത്തോട് മുഖം നോക്കി ഇവിടെ കിടക്കത്തേ ഉള്ളൂ. Don't worry, Mom. Okay. For now, Chawang has no direct contact. Hi, Auntie, come in. റീത്ത് മോളിലാണോ? ആ, ഓഫീസിൽ നിന്ന് ആൻസി ആന്റിയാ വരുന്നതെന്ന് മമ്മ പറഞ്ഞില്ലല്ലോ. ഏയ്, ഞാൻ റീത്തെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. പിന്നെ ഓഫീസിലെ ബോറടിന്നൊരു റിലീഫ് ആകുമല്ലോ. ആ, മമ്മ മുറിയിലാണ്. ഞാനിപ്പോ കൊണ്ടേ കിടത്തിയതേ ഉള്ളൂ. അല്ല, സോഫിയുടെ ഫൈനൽ പ്രസന്റേഷൻ ഒക്കെ കഴിഞ്ഞായിരുന്നോ? ഇല്ല, ഞാനത് നെക്സ്റ്റ് മന്തിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. മമ്മ ഒന്ന് നോർമൽ ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം കിട്ടുമല്ലോ. ദാറ്റ്സ് ഗുഡ്. ആ, കേട്ടോ ആന്റി, മമ്മ ഞാൻ പറഞ്ഞ ഒരു കാര്യവും കേൾക്കത്തില്ല. ഞാൻ കൊണ്ടു കൊടുത്താ മരുന്ന് കഴിക്കും. അതാ ഇപ്പോഴത്തെ പ്രോബ്ലം. അതെ, റീത്ത് അത് മനഃപൂർവ്വം മറക്കുന്നതാവും. അതൊരു സുഖമല്ലേ? എന്ത്? സോഫി ഇങ്ങനെ ഓർത്തോർത്ത് മരുന്നുകൊണ്ട് കൊടുക്കുന്നത്. Oh, I forgot something. ഞാൻ കുറച്ച് കഞ്ഞി അടുപ്പത്ത് വെച്ചിരുന്നു മമ്മിക്ക് കൊടുക്കാൻ വേണ്ടി. ആ, മമ്മയെ ഞാൻ ഇങ്ങോട്ട് വിളിക്കണോ? ഏയ് വേണ്ട വേണ്ട, ഞാൻ പോയി കണ്ടോളാം. ഓക്കെ. ആന്റി, മമ്മയോട് അധികം സംസാരിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ആ ആന്റി, I'll get you something to drink. ആ ശരി. ആഹാ, നീയാണോ വന്നത്? ആ, കിടക്ക് കിടക്ക്. സ്ട്രെയിൻ ചെയ്യരുതെന്നാ മോളുടെ ഓർഡർ. ആ റീത്ത, സോഫി ഇപ്പൊ പഴയതുപോലെ വളരെ പ്ലസന്റ് ആയി. ഇന്ന് കണ്ടപ്പോ ആ ചേഞ്ച് എനിക്ക് ശരിക്കും മനസ്സിലായി. ഇതിങ്ങനെ അങ്ങ് തുടരണേന്നാ എനിക്ക്. വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്നാലും കുഴപ്പമില്ല. നീ ഇരിക്കാൻ സി. ചില ആക്സിഡന്റ്സ് ഒക്കെ നല്ലതിനാണെന്ന് കേട്ടിട്ടില്ലേ? ഞാനിതൊന്ന് സ്റ്റഡി ചെയ്തിട്ട് നാളെ തന്നാ പോരെ? നോ, പറ്റില്ല. ജാക്ക് വാണ്ട്സ് ഇറ്റ് ടുഡേ. അതുകൊണ്ടാ ഇത്ര ഏർജന്റ് ആയിട്ട് എന്റെ കയ്യിൽ തന്നയച്ചത്. ജോസിനും ബീനയ്ക്കും ഒക്കെ സുഖം തന്നെയല്ലേ ആൻസി? അവരെന്നാ വരുന്നത്? അറിയില്ല. ഞാൻ ജോസിനെ ഒന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു, ടു താങ്ക് ഹിം. ജോസിന്റെ പരിചയത്തിലുള്ള ആ ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ബുദ്ധിമുട്ടിപ്പോയേനെ, അല്ലേ ആൻസി? എന്താ ആൻസി? ഞാനിന്ന് തറവാട്ടിലേക്ക് ഫോൺ ചെയ്തിരുന്നു. വിളിച്ചപ്പോ അവിടെ ബീനയില്ല. അവള് സുമിയുടെ വീട്ടിൽ താമസിക്കാൻ പോയിരിക്കുന്നു. ജോസ് തന്നെയാ അവളെ അവിടെ കൊണ്ടുചെന്ന് ആക്കിയതെന്ന് ആ കുട്ടി ഫോൺ ചെയ്തപ്പോ പറഞ്ഞു. മൈ ഗോഡ്. ആൻസി, ആൻസി, നീ ഒന്ന് സമാധാനിക്കേ. ഇനി സുമി അവളെ എനിക്ക് തിരിച്ചു തരുമെന്ന് റീത്ത കരുതുന്നുണ്ടോ?
അവള് പ്രസവിച്ച കുട്ടിയല്ലേ ഇവള്. ഇത്രയും നാള് ഞാൻ പേടിച്ചിരുന്നത് സത്യമാവാൻ പോവാ. I can't take it. I can't take it, റീത്ത. അവളെയും കൊണ്ടല്ലാത്ത ജോസ് മടങ്ങി വന്ന പിന്നെ ഞാനുണ്ടാവില്ല റീത്ത. സത്യം, അവളില്ലാതെ എനിക്ക് പറ്റില്ല. I can't. മോളെ, നാളെ നമുക്ക് അലക്സച്ചായൻ്റെ വീട് വരെ ഒന്ന് പോകണം. ഒത്തിരി നാളായി വിചാരിക്കുന്നു. നീ നാട്ടിൽ ആരോടും വിളിച്ചു പറയാതിരുന്നത് നന്നായി. വെറുതെ അവർക്കൊക്കെ പറഞ്ഞു നടക്കാനൊരു കഥയായനെ. മമ, ബീന ജോസ് അങ്കിളിന്റെയും ആൻസി ആന്റിയുടെയും മോളല്ലേ? എന്താ? ഐ മീൻ, ഈസ് ഷീ അഡോപ്റ്റഡ്? ഈ നാൻസി ഇവിടെ വന്നപ്പോ അവൾ പറഞ്ഞത് വല്ലോ നീ കേട്ടോ? യെസ്. ഐ മീൻ, ഞാൻ ഒളിച്ചു കേട്ടതല്ല. ആൻസി ആന്റി കരയുന്നത് കണ്ടപ്പോ മുറിയിലേക്ക് കടന്നു വരാൻ തോന്നിയില്ല. ദാറ്റ്സ് ഓൾ. ഓ മൈ ഗോഡ്. അതിനെന്തിനാ മമ്മ ടെൻഷൻ ആവുന്നത്? മമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കൂടെ അറിയുന്നതിൽ തെറ്റു വല്ലതും ഉണ്ടോ? ഡസ് ഇറ്റ് മേക്ക് എനി ഡിഫറൻസ്? അതുകൊണ്ടല്ല, പണ്ട് ജോസിനും ആൻസിക്കും കൊടുത്തൊരു പ്രോമിസ് തെറ്റിച്ചു, അത്രേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. മനഃപൂർവ്വമൊന്നും അല്ലല്ലോ. ആരാ ബീന? ജോസിന്റെ പെങ്ങടെ മോള. ബീന പറഞ്ഞ് നീ കേട്ടിട്ടുണ്ടാവും, സുമി ആന്റി. അവളുടെ മോള. ഡാം, ആർ യു സീരിയസ്? സുമിക്ക് 2 പെൺകുട്ടികളായിരുന്നു. കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയ മാരേജ് ആയിരുന്നു അവളുടേത്. സുമിയുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പോഴൊക്കെ സുമിക്ക് സപ്പോർട്ടായി നിന്നത് ജോസ് മാത്രമായിരുന്നു മോളെ. Was he in India then? അല്ല, കാനഡയില്. നിന്റെ ഡാഡിക്ക് ജോസുമായിട്ട് അവിടെ വെച്ചായിരുന്നു പരിചയം. അന്ന് ആൻസിയും ജോസും ആണെങ്കിൽ കുട്ടികളില്ലാതെ വിഷമിക്കുകയായിരുന്നു. പിന്നീടുള്ള ഡെവലപ്മെന്റ്സ് ഒന്നും മമ്മയ്ക്കറിയില്ല. ഒരിക്കൽ ജോസും ആൻസിയും നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കയ്യിൽ ബീനയുണ്ടായിരുന്നു. ഷീ വാസ് സ്റ്റിൽ എ ബേബി. ഒരു ഫെയറി ടെയിൽ കേട്ടതുപോലെ. ലൈഫ് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ. ചിലപ്പോൾ കാനഡയിൽ അത് സീക്രട്ടായിട്ട് വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ജോസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. നീ കഴിക്കുമോളെ. ഇപ്പോഴും ആർക്കും അറിയില്ല. എനിക്കല്ലാതെ ഇവിടെ മറ്റാർക്കും അറിയില്ല മോളെ. നീയായിട്ട് അത് തെറ്റിക്കരുത് ഏത് സിറ്റുവേഷനിലും. ആ ഒരു പ്രോമിസ് നീ മമ്മയ്ക്ക് തരണം മോളെ. I promise. And I mean it. ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അത് അനുഭവിച്ചവർക്കേ അറിയൂ മോളെ. സുമി ഹാസ് നോ റൈറ്റ് ഫോർ ദ ചൈൽഡ്. അതാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു കാര്യം തീരുമാനിച്ചു മാമ. I am not marrying Kevin. Why? I don't know. അന്ന് മമ്മയോടത് പറഞ്ഞപ്പോ I felt that was the right decision. ഇപ്പോ I'm not sure. മമ്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ വേണ്ട. പെട്ടെന്നൊരു ഇമ്പൾസിൽ മമ്മ ചെയ്തു പോയതാ മോളെ. ഞാനത് റിപ്പീറ്റ് ചെയ്യില്ല, ഉറപ്പ്. അതുകൊണ്ടല്ല മമ്മ. ശരിക്കും ചില റിയലൈസേഷൻ നമുക്ക് ലേറ്റ് ആയിട്ടാ ഉണ്ടാവുന്നത്. ബട്ട് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ ഗുഡ്. അങ്ങനെ വിശ്വസിക്കാനാ എനിക്കിഷ്ടം. I love you, Mom. മോളെ, I love you too. Is that your final decision? Yes. I'm sorry. To hell with you. All the invitations are out. Everything is prepared. Hell! You can vent everything out. I'll listen. I know I did you wrong. Words can't explain how sorry I am. What about the dreams we shared? The future we planned? Everything is shattered. I don't have an answer to give you.
The only thing I can ask of you is to be my friend. If at all that's possible. A friend? A friend is what you want me to be? I'd rather have you in my life as a friend, Kevin, than nothing else. Goodbye, Kevin. What have I done, Sophie, to make such a decision? I'm sorry, Kevin. ഹലോ ആ ആൻസി ഞാനാ. ഹലോ ഞാൻ ഓഫീസിനകത്താ. ഒരു സെക്കൻഡേ, ഞാൻ റേഞ്ചുള്ള സ്ഥലത്തേക്ക് വരാം. ഓക്കേ. ഹലോ ആ ഓഫീസിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് താനെന്താ എന്നെ വിളിക്കായിരുന്നേ? ഇപ്പൊ കമല വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നേ. നമ്മുടെ മോൾ എവിടെയാ ജോസേ? ആ, അവള് അവളെ സുമിക്ക് തന്നെ തിരിച്ചേൽപ്പിച്ചു കൊടുത്തോ? ആൻസി എന്തൊക്കെയാ പറയുന്നേ? ഇന്നലെ സുമി വന്ന അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. പോകാൻ ബീനയ്ക്കും ഇൻട്രസ്റ്റ്. അപ്പോ ജോസ് കൊണ്ടുവിടുക തന്നെ വേണം. ഓ, സ്വന്തം അമ്മയുടെ അടുത്തേക്കല്ലേ? ഒരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല. നാളെ തന്നെ ഞാൻ അവളെ ഇങ്ങ് കൊണ്ടുവരും. ഞാൻ ഇന്നും പോയി അവളെ കണ്ടിരുന്നു. ഷീസ് ഓൾ റൈറ്റ്. ആരും അവളോട് ഒന്നും പറയില്ല. നീ വിശ്വസിക്കേ. ദേ, എനിക്കിപ്പോ അവളുടെ ശബ്ദം കേൾക്കണം. ഇപ്പോ ജോസിന് പറ്റുമോ? ഞാൻ നോക്കട്ടെ. ആൻസി നീ സമാധാനമായിട്ടിരിക്കെ. ഒന്നുമില്ല. ഐ വിൽ കോൾ യു ബാക്ക്. ഓക്കെ? കട്ടിൽ ഒരുമിച്ചിട്ടതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് കിടക്കാം. ആരെയാ ബീന ഫോൺ വിളിച്ചേ? A friend. അമേരിക്കയിലുള്ള ഫ്രണ്ടോ? ഹാ. എന്നിട്ടാണോ ഇത്രയും നേരം സംസാരിച്ചത്? ഒരുപാട് കാശായി കാണുമല്ലോ. It's okay. പൈസ സ്പെൻഡ് ചെയ്യാനല്ലേ. എവിടെ ഞാൻ കിടക്ക? ഇവിടെ ഒരു ഒറ്റ ബെഡ്റൂമേ ഉള്ളൂ. ഇന്ന് നമുക്ക് ഒരുമിച്ച് കിടക്കാം. എന്താ മോളെ? എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാനാ ഇഷ്ടം. ഡാഡിയും മമ്മിയും അടുത്ത് കിടക്കുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. ബീന ഒറ്റയ്ക്ക് കിടന്നോട്ടെ അമ്മേ. കട്ടില് നീക്കിയിടാം. നമുക്കൊരുമിച്ച് കിടക്കാം. മോൾക്ക് ബുദ്ധിമുട്ടായിന്ന് വെച്ചാ ആയിക്കോട്ടെ. ശരി, എന്നാ മാറ്റിയിടാം. ആ, ഒന്ന് ഹെൽപ്പ് ചെയ്യടോ അമേരിക്കക്കാരി. Sure. എന്താ മോളെ? എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടാമോ? I want to go back. എന്താ മോളെ പെട്ടെന്ന്? നാളെ കൂടി കഴിഞ്ഞിട്ട് പോയാ മതി എന്നല്ലേ ചേച്ചനോട് പറഞ്ഞത്? പ്ലീസ്, എനിക്കിവിടെ പറ്റുന്നില്ല. അതുകൊണ്ടാ. ദേ, എന്നെ എന്തൊക്കെയോ കടിക്കുന്നു. നിങ്ങക്ക് ഇവിടെ പ്രോബ്ലം ഇല്ലേ? ഉണ്ടെങ്കിലും വേറെ വഴിയില്ലല്ലോ മോളെ. ജീവിക്കണ്ടേ? ഞാൻ ഡാഡിയെ വിളിച്ച് പറയട്ടെ എന്നെ ഇവിടുന്ന് കൊണ്ടുപോവാൻ? ഈ നേരത്തോ? ഇച്ചായം പേടിക്കില്ലേ? ഇറ്റ്സ് ഓക്കേ. ഒരു രാത്രി ഞങ്ങളുടെ കൂടെ ഒന്ന് കിടന്നൂടെ മോളെ? നാളെ രാവിലെ ഞാൻ ഇച്ചായനെ വിളിച്ച് പറഞ്ഞോളാം. ഓക്കേ. ഞാൻ കുന്തിരിക്കും കത്തിച്ചു വെക്കാം. അപ്പൊ കൊതു ഉണ്ടാവില്ല. വേണ്ട, പിന്നെ അതിന്റെ ഓർഡറോ? ഇറ്റ്സ് ഓക്കേ. ഇന്നത്തെ ഒരു രാത്രിയല്ലേ, സാരമില്ല. നന്ദി. അത്രയെങ്കിലും ദയ തോന്നിയല്ലോ ഞങ്ങളോട്. കിടന്നോ.
നാളെ പോയാ പോരെ ബീന? നോ, പോണം. അവൾക്ക് അവിടെ ചെന്നിട്ട് കാര്യമുള്ളതുകൊണ്ടല്ലേ മോളെ, അവള് പൊയ്ക്കോട്ടെ. അവിടെ പോയാൽ പിന്നെയും ബോറാവും. ഹേയ്, why don't you also come? അവിടെ കുറച്ചു ദിവസം താമസിക്കാമല്ലോ. അതൊന്നും വേണ്ട. ഇനി ഇവൾ അവിടെ താമസിച്ച് അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ശീലിച്ച പിന്നെ ആന്റി ഒറ്റയ്ക്കാവില്ലേ? ആന്റിക്കും വേണ്ടേ ആരെങ്കിലും? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇങ്ങനെയൊന്നും ഉണ്ടായല്ലോ, അത് മതി. അത് മാത്രം മതി അമ്മയ്ക്ക്. അമ്മേ, ചില നേരത്തെ അമ്മയുടെ ഒരു കാര്യം. നീ വാ ബീനെ. അച്ഛനെ എവിടെയാ ക്രിമേറ്റ് ചെയ്തത്? ഓ, ഒന്ന് നമസ്കരിച്ചോളൂ. അതുകൊണ്ട് ദോഷമൊന്നും വരില്ല, നല്ലതേ വരൂ. ആ, സത്യത്തിൽ ഇന്നലെ രാത്രി തന്നെ ഇങ്ങോട്ട് വരണമെന്ന് കരുതിയതാ. അമ്മച്ചിക്ക് അസുഖം കൂടി. എന്നിട്ട് പേടിക്കാനൊന്നുമില്ല. രാത്രി തന്നെ ശോഭ വന്ന് ചെക്കപ്പ് ചെയ്തിട്ട് പോയി. നിന്നെ അമ്മച്ചി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. വരാച്ചയ. ബൈ ആന്റി. ബൈ. ബൈ. ഇച്ചായ, ഇവിടെ കൊണ്ടുവരാൻ തോന്നിയത് നന്നായി. അല്ലെങ്കിൽ അതൊരു വിഷമമായിട്ട് എന്നും മനസ്സിൽ കിടന്നേനെ. എന്തു പാടിയത്? ഇപ്പൊ എനിക്കൊരു വിഷമമില്ല. എന്റെ മോളല്ല അവള്. ഒരിക്കലും അവൾക്കതാകാൻ പറ്റില്ല. ഇച്ചായന്റെയും ഹാൻസിയുടെയും അവള് നിങ്ങളുടെ മാത്രം. ഞങ്ങൾ ഇറങ്ങട്ടെ. പോട്ടടി പോളെ. യെസ്. How are you, Mom? നീ വന്നോ? നീ മമ്മിയെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ മോളെ. What for? Ma, the last 2 days here was horrible. സുമേന്റെയുടെ വീട്ടിലായിരുന്നു ഞാൻ. എങ്ങനെ അവരൊക്കെ അവിടെ താമസിക്കുന്ന? മമ്മി പറഞ്ഞ ശരിയാ, ഡോറി പ്ലേസ്. ഞാനിങ്ങ് തിരിച്ചു വന്നു. നീ എപ്പോഴാ വന്നത്? Just now. I miss you, Mom. I miss you too, മോളെ. മോളെ ഇങ്ങതാ. ആൻസി, ഞങ്ങൾ അങ്ങോട്ട് മടങ്ങി വരിക. എപ്പോ? ടിക്കറ്റ് ഒക്കെ ഓക്കെ ആയോ? ഞാൻ ട്രാവൽ ഏജൻസി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഡെവലപ്മെന്റ്സ് ഒന്നുമില്ല. പിന്നെന്തിനാ വെറുതെ? അമ്മച്ചിക്ക് എങ്ങനെയുണ്ട് ജോസ്? സെയിം സിറ്റുവേഷൻ തന്നെ. ഇനി എന്തായാലും ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ടിക്കറ്റ്സ് കൺഫേംഡ് ആയ ഞാൻ വിളിച്ച് പറയാം. Good morning, അമ്മാമ്മേ.
രാവിലെ അമ്മച്ചി എണീപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ വിളിക്കും. അമ്മാമ്മേ, അമ്മാമ്മേ. അമ്മാമ്മയുടെ കവിളത്ത് ഭയങ്കര തണുപ്പ്. വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ലല്ലോ അമ്മേ. അമ്മച്ചി, അമ്മച്ചി.